നടക്കുന്നൊരു ഏർപ്പാടാണ് കടം വാങ്ങി ജീവിക്കുക. കടം വാങ്ങിയിട്ട് ജീവിക്കുക. തടി അനങ്ങണ്ട, നല്ല സുഖമാണ്. കുറച്ച് മനുഷ്യപ്പറ്റുള്ള ആൾക്കാരെ നമ്പർ എടുക്കുക, എന്നിട്ട് വിളിക്കുക. ഭാര്യ ഹോസ്പിറ്റലിലാണ്, മക്കൾ ഹോസ്പിറ്റലിലാണ്, പ്രതിസന്ധിയിലാണ്, മോള് പനിച്ച് കിടക്കുകയാണ്. ഒരു 10,000 അയക്കോ, ഒരു 5,000 അയക്കോ, എന്നിട്ട് അതിലൂടെ ജീവിക്കുന്നവർ. എങ്ങനെയാണ് ഈ സമ്പാദ്യം ഹലാലാവുക? നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു പണം അത് ചതിച്ച്, അത് വഞ്ചിച്ച് നേടിയിട്ട് ആ മക്കൾക്ക് എങ്ങനെയാണ് നമുക്ക് അവരുടെ വായിലേക്ക് ആ ഭക്ഷണം വെക്കാൻ കഴിയുന്നത്? ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊക്കെ പല ആളുകളുണ്ട്. എന്നിട്ട് അതിനു വേണ്ടി ആ ഗ്രൂപ്പിൽ കയറി അതിലുള്ള 300 ആൾക്കും 400 ആൾക്കും മെസ്സേജ് അയക്കാം. എൻ്റെ വീട്ടിൽ പ്രയാസമാണ്, എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ കടം വാങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാർ. ഒരാളെ പറ്റിച്ച് പിന്നെ അടുത്ത മനുഷ്യത്തുള്ളവനെ തേടി പോവാൻ. എന്നാൽ ഈ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, മക്കളുടെ പഠനവും മക്കളുടെ രോഗവും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ സഹായിച്ച ആ മനുഷ്യനുമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ലാതെ കടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ, കടം വാങ്ങാൻ മാത്രമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർ. കുറച്ചു കാലം ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. കടം കിട്ടിയാൽ പിന്നെ കാണൂല്ല. എത്ര കളവുകളാണ് ആ കടത്തിൻ്റെ പേരിൽ വരുന്നത്. പ്രയാസം കൊണ്ട് കടം വാങ്ങി ചിലപ്പോൾ തിരിച്ചു നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. ആത്മാർത്ഥമായിട്ടാണ് അത് വീട്ടണമെന്ന ആഗ്രഹത്തിലാണ് വാങ്ങുന്നത് എങ്കിൽ അള്ളാഹു സഹായിക്കും. അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്ന് ഒരു വരുമാന മാർഗമാക്കിയിരിക്കുകയാണ്. ഏതൊരാളെ പരിചയപ്പെട്ടാലും അയാളെ മനോഹരമായി പറ്റിക്കുന്ന, അയാളോട് കടം വാങ്ങുന്ന ആ രൂപത്തിലേക്ക് ചില ആളുകൾ മാറിപ്പോകുന്നു.